പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ആഹാരത്തെക്കുറിച്ചാണ്. ഞാൻ എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട സമയത്ത് ഉണ്ടായിരുന്ന ആഹാരവും അതിനെ മാറ്റിയെടുത്ത ഒരു രീതിയും അതിനെ ആസ്വാദ്യകരമാക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന രീതികളുമൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ ശ്രമിക്കുന്നത്. ഞാൻ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാകാത്ത ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ, ഇതിനു മുമ്പ് പറഞ്ഞ 3 വീഡിയോകൾ കാണുകയാണെങ്കിൽ ഞാൻ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാകും. ആഹാരം, ആരോഗ്യം, വ്യായാമം, വിശ്രമം എന്നീ ജീവിതത്തിൻ്റെ 4 പില്ലറുകൾ തിരിച്ചറിഞ്ഞതിന് ശേഷം ജീവിതത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളും അതിനെ ആസ്വാദികരമാക്കിയ ശീലങ്ങളുമൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ആഹാര രീതിയാണ്. ആദ്യമായിട്ട് ഞാൻ എങ്ങനെയുള്ള ആഹാര രീതി ആയിരുന്നു പിന്തുടരുന്നത് എന്ന് ചോദിച്ചാൽ, ഏതൊരു മലയാളിയെയും പോലെ രാവിലെ ചപ്പാത്തി, പുട്ട്, ഇടിയപ്പം, പൊറോട്ട, ഏതെങ്കിലും ഒരു സാധനം, അതിൻ്റെ കൂടെ എന്തെങ്കിലും കറി, കടലക്കറി, പയറ് കറി, അല്ലെങ്കിൽ ഇറച്ചി, മീൻ, ഏതെങ്കിലും ഒരു കറി ഉണ്ടാവും. കറി കുറച്ചേ ഉണ്ടാവുള്ളൂ, കൂടുതൽ കഴിക്കുക ഈ പറഞ്ഞ അപ്പവും ചപ്പാത്തിയും പുട്ടൊക്കെ ആയിരിക്കും. ഉച്ചയ്ക്ക് എന്ത് ചെയ്യുന്നു? ഒരു പ്ലേറ്റ് നിറച്ച് ചോറ് കഴിക്കുന്നു. അതിൻ്റെ കൂടെ കുറച്ച് മീൻ പൊരിച്ചതും ഇറച്ചി പൊരിച്ചതും, അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ചൊരു പച്ചക്കറിയും കുറച്ച് അച്ചാറും ഒക്കെ കൂട്ടി ചോറ് കഴിക്കുന്നു. വൈകുന്നേരം നമ്മളെല്ലാവരും കൂടി കമ്പനി അടിച്ച് ബേക്കറിയിൽ നിന്ന് ബേക്കറി കഴിക്കുന്നു, അല്ലെങ്കിൽ എണ്ണക്കടികൾ കഴിക്കുന്നു. രാത്രിയിൽ പോയി പിന്നെ ബാക്കിയുള്ള ചോറും കൂടി ചൂടാക്കി തരുന്നത്, അതിൻ്റെ കൂട്ടത്തിൽ ആ മീനും വറുത്തതും ഒക്കെ കൂട്ടി രാത്രി ചോറുണ്ടെന്ന് ഒരു 8, 9, 10 മണിയൊക്കെ ആകുമ്പോൾ, ഇനി ചോറ് കഴിച്ചില്ലെങ്കിൽ പോയി തട്ടുകടയിലോ അല്ലെങ്കിൽ കടകളിലൊക്കെ പോയി എന്ത് ചെയ്യുന്നു, നല്ല ബീഫും പൊറോട്ടയൊക്കെ കഴിക്കുന്നു. ഇതായിരുന്നു നമ്മുടെ ഒരു ശീലം എന്ന് പറയുന്നത്. അത് കിട്ടുമ്പോൾ കഴിക്കുക, വിശക്കുമ്പോൾ കഴിക്കുക, ഒരിടത്ത് നിന്ന് കിട്ടിയാൽ പിന്നെ അടുത്തുനിന്ന് കപ്പിടാൻ വേണ്ടി പിന്നെ അവിടെ നിന്ന് കഴിക്കുക, ഉള്ള കല്യാണങ്ങൾക്കും പിന്നെ പെരതാമസം അങ്ങനെയുള്ള എല്ലാ ഫംഗ്ഷനും പങ്കെടുക്കുക, അവിടെ നിന്നുള്ള ഫുഡുകളും വയറ് നിറച്ച് കഴിക്കുക. ഇതായിരുന്നു ഭക്ഷണശീലം. ഈ ശീലമാണ് ഞാൻ മാറ്റാൻ ശ്രമിക്കുന്നത്. മാറ്റാൻ ശ്രമിച്ചു, ഞാൻ പറഞ്ഞല്ലോ 100 ദിവസങ്ങളോളം അതിൻ്റെ ലിസ്റ്റൊക്കെ എഴുതിയെങ്കിലും ഈ മാറ്റുക എന്നുള്ളത് ആസ്വാദ്യകരമായിരുന്നില്ല. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ് ഭക്ഷണം എന്ന് ഞാൻ പഠിക്കാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, നമുക്ക് ജീവിക്കാൻ ആവശ്യമായ ഊർജത്തിൻ്റെ സ്രോതസ്സാണ് ഭക്ഷണം എന്ന് തിരിച്ചറിയുന്നു. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ ഭക്ഷണങ്ങളാകണം നമ്മൾ കഴിക്കേണ്ടത്, ഞാൻ കഴിക്കേണ്ടത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നു, പ്രോട്ടീൻ, വൈറ്റമിൻ, കാർബോഹൈഡ്രേറ്റ്, ഇതാണ് അതിൻ്റെ ക്രമം എന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. നിലവിൽ കഴിച്ചുകൊണ്ടിരിക്കുന്നതോ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ കുറച്ച്, വൈറ്റമിൻ പേരിന്, ഈ ക്രമത്തെ ഞാൻ തിരിച്ചിടാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഞാൻ പുട്ടും പയറും എന്നത് പയറും പുട്ടുമാക്കി, വെജിറ്റബിൾ ചിക്കനും വെജിറ്റബിൾ പേരിന് എന്നുള്ളത് വെജിറ്റബിളും ചിക്കനും അല്പം ചോറുമാക്കി. അതായത് പ്രോട്ടീൻ എന്ത് ചെയ്തു, പ്രോട്ടീനും വൈറ്റമിൻസിനും മുൻതൂക്കം കൊടുക്കുന്ന ഒരു പ്ലേറ്റ് സിസ്റ്റം ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം ചില കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം തന്നെ അതിൻ്റെ ഒന്ന് രീതി മാറ്റി, പൊരിച്ച് കഴിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളെല്ലാം ഞാൻ എന്താക്കി, ഞാൻ അതെല്ലാം വേവിച്ച് കറിയാക്കി കഴിക്കാൻ തുടങ്ങി. ചിക്കനും ബീഫും മീനുമൊക്കെ പ്രോട്ടീനാണ്, നല്ല പ്രോട്ടീനാണ്. അതുപോലെ തന്നെ എനിക്ക് പണ്ടേ വെജിറ്റബിൾ ഇഷ്ടമായിരുന്നു കേട്ടോ. കാരണം എൻ്റെ ഉമ്മ പറമ്പിലും തൊടിയിലും ഒക്കെ നടന്ന് ചെറുപ്പത്തിലേ മുതൽ ഒരുപാട് ഇലക്കറികളും പച്ചക്കറികളും ഒക്കെ തന്നാണ് ഞങ്ങളെ വളർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അതിനോടുള്ള രുചി ചെറുപ്പത്തിലേ നല്ല രുചികരമായിട്ട് ഉമ്മ ഭക്ഷണം പാചകം ചെയ്തു തരുമായിരുന്നു. അപ്പോൾ ആ ഒരു ചെറുപ്പത്തിലെ ഓർമ്മ ബ്രെയിനുള്ളത് കൊണ്ട് പച്ചക്കറിയോട് ഒരു താല്പര്യമുണ്ട്. പക്ഷെ നമ്മുടെ നിലവിലത്തെ രീതിയിൽ അത് കഴിക്കൽ കുറവാണല്ലോ. പക്ഷെ ഞാൻ തിരിച്ചു പിടിച്ചു. അങ്ങനെ അവിയലും സാമ്പാറും ഒക്കെ ജീവിതത്തിൻ്റെ ഭാഗമായി കൊണ്ടുവരാൻ തുടങ്ങി. അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി കുറച്ച് ചോറോ ചപ്പാത്തിയോ എന്തെങ്കിലും പൊറോട്ടയൊക്കെ എന്തെങ്കിലുമൊക്കെ കുറച്ച് കഴിക്കുക എന്നുള്ളതാക്കി. അങ്ങനെ വന്നപ്പോൾ കുറച്ചുകൂടി ഞാൻ പ്രൊഡക്റ്റീവ് ആകാൻ തുടങ്ങി. എനിക്കങ്ങനെ ഭക്ഷണം ആസ്വാദ്യകരമാകാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പ്രോട്ടീൻ കിട്ടുന്ന സാധനം എന്തൊക്കെയാണ്?
അങ്ങനാകുമ്പോൾ അത് ഇറച്ചി, മീൻ, മുട്ട, പയറുവർഗ്ഗങ്ങൾ, പാലുൽപ്പന്നങ്ങൾ, ഇതിനകത്തൊക്കെയാണ് എന്തുള്ളത്? പ്രോട്ടീനുള്ളത്. അപ്പോൾ ആ പ്രോട്ടീനുള്ള വിവിധ പ്രോട്ടീനുകൾ വൈവിധ്യമാർന്നാണ് നമ്മൾ കഴിക്കേണ്ടതെന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. കാരണം നമ്മുടെ പൂർവ്വ മനുഷ്യർ അല്ലെങ്കിൽ മനുഷ്യരുടെ ആദിമ ജീവികളൊക്കെ തന്നെ ഭക്ഷണം കൃഷി ചെയ്തല്ല, അവർക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടിയ വൈവിധ്യമാർന്ന ഭക്ഷണങ്ങൾ, ന്യൂട്രീഷൻസ് അവർക്ക് കിട്ടിയിരുന്നു. അപ്പം നമുക്ക് ന്യൂട്രീഷൻസ് നന്നായിട്ട് കിട്ടിയാൽ മാത്രമേ നമ്മൾ കൂടുതൽ പ്രൊഡക്റ്റീവ് ആവുകയുള്ളൂ. ആ ന്യൂട്രീഷൻസ് കിട്ടാൻ വേണ്ടി പലതരത്തിലുള്ള പ്രോട്ടീനുകൾ, അതായത് എനിക്ക് ഇഷ്ടപ്പെട്ടതിന് കൂടുതൽ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് വൈവിധ്യമാർന്ന പ്രോട്ടീനുകൾ, ഒരു ദിവസം പയറും കടലയും കഴിച്ചാൽ മറ്റു ദിവസം ചിക്കനോ മീനോ ഒക്കെ അങ്ങനെ മാറി മാറി കഴിക്കുക. വളരെ കുറച്ചാണ് കഴിക്കാൻ ശ്രദ്ധിച്ചിരുന്നത്. മറ്റൊന്ന്, ഈ പച്ചക്കറികളിൽ തന്നെ കിട്ടുന്ന പച്ചക്കറി കഴിക്കുക എന്നുള്ളതാണ്. പിന്നെ ആഴ്ചയിലൊക്കെ ഒന്നും കിട്ടിയില്ലെങ്കിൽ കളറുള്ള പച്ചക്കറികൾ, ക്യാരറ്റ്, ബീട്രൂട്ട്, കാപ്സിക്കം പോലെ കളറുള്ള പച്ചക്കറികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഈ ഇലകൾ പരമാവധി എവിടെ നിന്ന് കിട്ടിയാലും കഴിക്കും. അതിന് ബേസായിട്ട് ഞാൻ എടുത്ത ശീലം എന്ന് പറയുന്നത്, നമ്മൾ കടയിൽ നിന്ന് കഴിക്കുമ്പോഴാണെങ്കിൽ പോലും കറിവേപ്പില കിട്ടും. ഈ കിട്ടുന്ന കറിവേപ്പില എന്ത് ചെയ്യും? ചവച്ചരച്ച് കഴിക്കും. അങ്ങനെ ഇലയോടൊരു താല്പര്യം ഉണ്ടാക്കിയെടുത്തു. കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറച്ചു. അപ്പോൾ എന്തായി തുടങ്ങി? എൻ്റെ ശരീരം അതിനോട് പൊരുത്തപ്പെടാനും എനിക്കത് ആസ്വാദ്യകരമാവുകയും എൻ്റെ പഠന ഗവേഷണ കാര്യങ്ങൾക്കൊക്കെ തന്നെ ഈ ഒരു ആഹാര രീതി ആരോഗ്യകരമായി മാറുകയും ചെയ്തു. മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, മിതമാക്കുന്ന ശീലം വന്നു. കാരണം ഒരു ഫാസ്റ്റിംഗ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്തു. അതായത് രാത്രി 7 മണിക്ക് ശേഷം ഭക്ഷണം അങ്ങനെ അധികം കഴിക്കാറില്ല സാധാരണയായിട്ട്. പിന്നെ ഇടയ്ക്ക് ഭക്ഷണമൊക്കെ കഴിക്കാതിരുന്ന അപൂർവ സമയങ്ങളിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? 7 മണിക്ക് ശേഷം കഴിച്ചിട്ടുണ്ട്. പക്ഷെ നോർമലി 7 മണിക്ക് മുമ്പേ ആഹാരം കഴിക്കൽ അവസാനിപ്പിക്കുകയും രാവിലെ 8 മണി 9 മണിക്കിടയിൽ പ്രഭാത ഭക്ഷണത്തിൻ്റെ ശീലമാക്കുകയും ചെയ്തു. ഇത് വീട്ടിൽ താമസിക്കുമ്പോഴും യാത്ര പോകുമ്പോഴും ഒക്കെ ഈ ശീലത്തെ ഞാൻ എന്ത് ചെയ്തു? ബോധപൂർവം ഉണ്ടാക്കിയെടുത്തു. ഒപ്പം തന്നെ ഇപ്പോൾ ഞാൻ അതിനെ വികസിപ്പിച്ച് കൊണ്ടുവന്ന് ഒരു ദിവസം വൈകുന്നേരം എന്തെല്ലാം കഴിച്ചു എന്ന് നോക്കുന്ന ഒരു ചെക്ക് ലിസ്റ്റൊക്കെ ഞാൻ തയ്യാറാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു കോഡ് AI സഹായത്തോടു കൂടി ഒരു കോഡ് ഞാൻ തയ്യാറാക്കി. അത് പറയുന്ന പേര് പ്രോവെജ് ഫ്രൂനട്ട് കർഡ് ലീഫ് വാട്ടർ. ഇത്രയും സാധനങ്ങൾ എൻ്റെ ഉള്ളിൽ ഈ ദിവസം തന്നിട്ടുണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്യും. പ്രോട്ടീൻ, വെജിറ്റബിൾസ്, എന്തെങ്കിലും വെജിറ്റബിൾസ് തന്നിട്ടുണ്ടോ? എന്തെങ്കിലും ഫ്രൂട്ട്സ് കുറച്ച് ഉള്ളിൽ ചെന്നിട്ടുണ്ടോ? നട്ട്സ്, എന്തെങ്കിലും നട്ട്സ് ഉള്ളിൽ ചെന്നിട്ടുണ്ടോ? കേർഡ്, തൈര്, നല്ല കട്ട തൈര് അല്ലെങ്കിൽ എന്താ പറയുന്നത്, നല്ല യോഗർട്ട്, അത് കഴിക്കുന്ന ശീലം ജീവിതത്തിൽ കൊണ്ടുവന്നു. അങ്ങനെ തൈര് കഴിച്ചിട്ടുണ്ടോ എന്ന് നോക്കും. ലീഫ്, എന്തെങ്കിലും ഇലകൾ അല്പമെങ്കിലും കഴിച്ചിട്ടുണ്ടോ എന്ന് നോക്കും. പ്രത്യേകിച്ച് ഈ മാംസാഹാരങ്ങൾ കഴിക്കുമ്പോൾ ഇല കണിശമായിട്ടും കഴിക്കാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ വാട്ടർ, വെള്ളം കുടിക്കുക എന്നുള്ളൊരു ശീലം ഞാൻ ഉണ്ടാക്കിയെടുത്തു. അത് ആസ്വാദ്യകരമായി, അതെനിക്ക് ശീലമായി. അതെൻ്റെ കൂടെ എപ്പോഴും ഒരു ചെറിയ ടിന്നിൽ വെള്ളമുണ്ടാകും. ആ വെള്ളം തീരുമ്പോൾ ഞാൻ ഫില്ല് ചെയ്യും. എഴുന്നേറ്റ ഉടനെ ആദ്യം ചെയ്യുന്നത് 1 ഗ്ലാസ് ശുദ്ധജലം കുടിക്കുക എന്നുള്ള ശീലം ഹാബിറ്റാക്കി. കിടക്കുന്നതിന് മുമ്പ് 1/2 ഗ്ലാസ് വെള്ളം കുടിക്കുക എന്നുള്ള ശീലമാക്കി. അങ്ങനെ ഈ വെള്ളം കുടിയിലൂടെ, ആഹാര ക്രമീകരണത്തിലൂടെ എനിക്ക് ഭക്ഷണം ആസ്വാദ്യകരമായി. ഇനി എന്തെങ്കിലും ഹെവിയായി ഇഷ്ടപ്പെട്ട ബിരിയാണിയോ മന്തിയോ കിടക്കി ഞാൻ കുട്ടികളുടെ ഒപ്പം കഴിക്കാറുണ്ട്, എൻ്റെ മക്കളുടെ ഒപ്പം. അവരൊപ്പം കഴിക്കുന്ന സമയങ്ങളിൽ ഞാൻ എന്ത് ചെയ്യും? ഒരു 12 മുതൽ 18 മണിക്കൂർ വരെ പിന്നെ ഹെവിയായ ഫുഡ് കഴിക്കാതിരിക്കാനുള്ള പരിശീലനം. ആ സമയത്ത് എന്തെങ്കിലും ലഘുവായ പഴങ്ങളോ ഒക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് ഭക്ഷണത്തെയും ശരീരത്തെയും ഒക്കെ സജ്ജമാക്കാനും ശ്രമിക്കാറുണ്ട്. അങ്ങനെയാണ് ഒരു ആരോഗ്യകരമായ ഭക്ഷണ രീതി കൂടുതൽ മെച്ചപ്പെടുത്തിക്കൊണ്ട് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കഴിച്ച പോഷകങ്ങൾ, കഴിച്ച ആഹാരങ്ങൾ നമ്മുടെ ശരീരത്തിൽ എത്തണമെങ്കിൽ, ആസ്വാദ്യകരമാകണമെങ്കിൽ, ശരീരത്തിന് ഉണർവും ഉന്മേഷവും കിട്ടണമെങ്കിൽ വ്യായാമം ശീലമാകണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഡെയിലി മുടങ്ങാതെ ചെയ്യാൻ കഴിയുന്ന വ്യായാമം എങ്ങനെയാണ് ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും അതിനെ ആസ്വാദ്യകരമാക്കുകയും ചെയ്തതെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. അതുവരെ എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദിയുണ്ട്. ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കമൻറ്റുകളും രേഖപ്പെടുത്തുക. ഇതൊരു കമ്മ്യൂണിറ്റിയാണ്.
വെൽത്ത്, വെൽനസ്, ലവ്, സമ്പത്ത്, ആരോഗ്യം, സ്നേഹം, ഇതിൻ്റെ അധിഷ്ഠിതമായ ഒരു മനുഷ്യ കമ്മ്യൂണിറ്റി നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായി രേഖപ്പെടുത്തുക. ലൈക്കുകളും ഡിസ്ലൈക്കുകളും അറിയിക്കാൻ മറന്നു പോകരുത്. ഡു ഇറ്റ് ടുഡേ. ഹാപ്പി ലൈഫ്.